വീണ്ടും ഫ്ലെക്സ് വന്നുട്ടാ. ചാണ്ടി ഉമ്മനായി തലസ്ഥാനത്ത് ഫ്ലെക്സ് ബോർഡുകൾ. KPCC ആസ്ഥാനത്തും സെക്രട്ടേറിയറ്റിന് മുന്നിലും ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. KPCCയെ ഇനി ചാണ്ടി ഉമ്മൻ നയിക്കട്ടെ എന്നാണ് ഇന്ദിരാഭവന് മുന്നിലെ ബോർഡ്. കോൺഗ്രസ് തിരുവനന്തപുരം എന്ന പേരിലാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, ചെറിയൊരു ഫ്ലെക്സ് ആണെങ്കിലും അതിൽ ചില സൂചനകളുണ്ട്. KPCCയെ ചാണ്ടി ഉമ്മൻ നയിക്കട്ടെ എന്നാണ്. മന്ത്രിസഭയിൽ ചാണ്ടി ഉമ്മൻ വരുമെന്നാണ് കരുതിയിരുന്നതെങ്കിലും അവസാന നിമിഷം ഒഴിവാക്കപ്പെട്ടു. അതിനുശേഷം ചില പ്രവർത്തകർക്കെങ്കിലും നിരാശയുണ്ടാക്കി. ചാണ്ടി ഉമ്മനെ സ്നേഹിക്കുന്ന പ്രവർത്തകരാണോ അവിടെ കൊണ്ട് ഇങ്ങനെ ഒരു ഫ്ലെക്സ് വെച്ചിരിക്കുന്നത്? ഫ്ലെക്സോ ഇത്തരം കാര്യങ്ങളോ ഒക്കെ അച്ചടക്ക ലംഘനമായി കണക്കാക്കുമെന്നുള്ളതാണ് AICCയുടെ ഒരു നിലപാട്. ഇനിയിപ്പോൾ സണ്ണി ജോസഫ് ഒഴിയുന്ന വേളയിൽ KPCC പ്രസിഡന്റായിട്ട് പരിഗണിക്കുമോ ചാണ്ടി ഉമ്മനെ എന്നൊരു ചോദ്യം ശക്തമാണ്. ചെറുപ്പമാണ്. ബെന്നി ബെഹനാനും കൊടിക്കുന്നിൽ സുരേഷും ഷാഫി പറമ്പിലും ഒക്കെ ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ചാണ്ടി ഉമ്മന്റെ പേരുകൂടി വരികയാണോ ഫ്ലെക്സിലൂടെ? അരുൺ, തീർച്ചയായിട്ടും ചാണ്ടി ഉമ്മൻ്റെ പേര് വളരെ സജീവമായി തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം കൂടിയാണ് ഇത്. ചാണ്ടി ഉമ്മനെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ ചാണ്ടി ഉമ്മനെ പിന്തുണയ്ക്കുന്നവർ, അനുയായികൾ, അത് അങ്ങനെ ആര് വേണമെങ്കിലും ആവാം. എന്തായാലും ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ കന്റോൺമെൻറ്റ് ഗേറ്റിന് തൊട്ട് മുൻപിലാണ് ഇങ്ങനൊരു ബോർഡ്. KPCCയെ ചാണ്ടി ഉമ്മൻ നയിക്കട്ടെ, ജനകീയ മുഖം, യുവതയുടെ ശബ്ദം, കേരളത്തിൻ്റെ നേതൃത്വം എന്നുള്ളതാണ്. എന്തായാലും കോൺഗ്രസ് തിരുവനന്തപുരം ആണ് ഈ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് പറഞ്ഞത്. അതായത് കൃത്യമായൊരു നാഥനില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് നേരത്തെ ഇന്ദിരാഭവൻ്റെ മുൻപിലും സമാനമായ ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ബോർഡ് ഇരിക്കുന്നതിൻ്റെ നേരെ എതിർവശത്തെ കന്റോൺമെൻറ്റ് ഗേറ്റാണ്. തൊട്ടിപ്പുറത്ത് നോർത്ത് ബ്ലോക്ക്, അതായത് മുഖ്യമന്ത്രി VD സതീശൻ ഇരിക്കുന്ന സ്ഥലമാണ്. അദ്ദേഹം ഈ വഴിയാണ്, ഈ ഫ്ലെക്സിന് മുൻപിൽ കൂടിയാണ് കടന്നുപോയത്. ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുതിയൊരാൾ വരുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് സണ്ണി ജോസഫ് തന്നെ ഹൈക്കമാൻഡിനോട് തന്നെ ഒഴിവാക്കി തരണമെന്നുള്ള കാര്യം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇനി ആ സ്ഥാനത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷിൻ്റെയും ബെന്നി ബെഹനാൻ്റെയും അടക്കമുള്ള പേരുകൾ പരിഗണിക്കുന്ന സമയത്ത് കൂടിയാണ് ചാണ്ടി ഉമ്മൻ്റെ പേര് വളരെ സജീവമായി ചർച്ചയിലേക്ക് വരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ചാണ്ടി ഉമ്മന് ഒരു മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് ചാണ്ടി ഉമ്മനോടൊപ്പമുള്ളവർ കരുതിയിരുന്നു. മാത്രമല്ല A ഗ്രൂപ്പിലും സമാനമായി തന്നെ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ചാണ്ടി ഉമ്മനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല. മാത്രമല്ല ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു പ്രാതിനിധ്യവും മന്ത്രിസഭയിൽ ഉണ്ടായില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചാണ്ടി ഉമ്മനെ പരിഗണിക്കണം എന്നുള്ള ഒരു ആവശ്യവുമായി ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ തലസ്ഥാന നഗരിയിൽ തന്നെ വരുന്നത്. അരുൺ.